ആലപ്പുഴ ബീച്ചിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് ബീച്ചിൻ്റെ വടക്ക് ഭാഗത്ത് കാറ്റാമരൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ സൈഡും അവിടുന്ന് അങ്ങോട്ട് പാം ബീച്ച് അതേ കണക്കുള്ള വൈറ്റ് സാൻഡ് അങ്ങനെയുള്ള റിസോർട്ട്സുകൾ ഒരുപാടുണ്ട്. നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലം. അതിൻ്റെ ഫ്രണ്ടും ഒക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ ഈ വേസ്റ്റിനെ കുറിച്ചും ഈ പൊതു താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റായിട്ടും റീൽസായിട്ടും ഇടാറുള്ളത്. ചില ആൾക്കാർക്ക് തോന്നി ഇവരൊക്കെ എന്താണെന്ന്. അങ്ങനെ തോന്നുന്നവരാണ് ഈ ചെയ്തികൾ ചെയ്യുന്നത്. ഇത് നശിപ്പിക്കാനായിട്ട് ഒരു കാഴ്ച കാണിച്ചു തരാം. വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, സർജിക്കൽ വേസ്റ്റ് ഇതെല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടിരിക്കുക. ഒന്ന് കാണണം. ആലപ്പുഴ നഗരസഭ DTPC പറഞ്ഞു മടുത്ത് എനിക്ക് തന്നെ ഉളുപ്പായി. ആലപ്പുഴ നഗരസഭ DTPC പോർട്ട് പൈസ പിരിച്ചാൽ മാത്രം പോരാ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൂടി ഇടണം. അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുവന്ന് ഇടുന്നവനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. ആരാണ് ഇടുന്നതെന്നെങ്കിലും നിങ്ങളൊന്ന് പരിശോധിക്കാനുള്ളൊരു മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. നമ്മളിത് എല്ലാ ദിവസവും ഇത്തരം വെറുതെ നമുക്ക് തന്നെ വെറുപ്പാകാൻ തുടങ്ങി. എന്ത് കാര്യമാണിത്? നശിപ്പിക്കുകയാണ്. ആലപ്പുഴ ബീച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരസഭാ കൗൺസിലർ ബഹുമാന്യനായ പ്രിയ സുഹൃത്ത് അംജിത്ത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഈ കാറ്റാമരൻ്റെ വാതിക്കൽ കാണുന്ന പുറത്തുനിന്ന് വന്ന വേസ്റ്റാണിത്. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ കുട്ടികളുടെ പാമ്പേഴ്സ്, സ്നാഗി പോലെയുള്ള വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റുകൾ, ഹോട്ടൽ വേസ്റ്റുകൾ ഇതെല്ലാം ഇങ്ങനെ നിറഞ്ഞ് കാട് കണക്ക് കിടക്കണം. നിങ്ങൾക്ക് ഈ നഗരസഭ ഉദ്യോഗസ്ഥർക്ക് ഓരോ ഏരിയയിലും ഓരോ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് ഡ്യൂട്ടി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. അവരൊന്നും ഇങ്ങോട്ട് വരത്തില്ലേ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ കാട് പിടിച്ച് വേസ്റ്റ് കിടക്കുക. ഇന്നാളൊരു ദിവസം ഒരു പയ്യൻ ഇതിനെക്കുറിച്ച് ചെയ്തപ്പം അവനിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. പൊങ്കാല നമുക്ക് വിഷയമല്ല, അതിട്ടോളൂ. ഇത് കണ്ടിട്ട് ഇത്രയും സുന്ദരമായ ഈ സ്ഥലം അങ്ങോട്ട് നോക്കിയാൽ കംപ്ലീറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ സ്ഥലം മാത്രം നോക്കിക്കേ, കാട് പിടിപ്പിച്ചിട്ടിട്ട് ഈ വേസ്റ്റ് ഡംപ് ചെയ്തിട്ട് ഇനി ഇത് തെളിയിച്ചെടുക്കുന്നവൻ, അവൻ തെളിയിച്ചെടുത്തവനല്ലേ അവന് കൊടുക്കാം എന്നിട്ടുള്ള അത്തരത്തിലുള്ള സ്ഥിരം പ്രൊജക്റ്റ് ഉണ്ടല്ലോ, അതാണോ എന്നറിയത്തില്ല. ബിയറും കുപ്പികൾ എല്ലാം ഇങ്ങനെ കാട് പിടിപ്പിച്ചിട്ടിരിക്കുക. ഒന്ന് അംജിത്ത്, എനിക്ക് തോന്നുന്നു അംജിത്ത് കുറേ കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഇതിനൊരു നടപടി ഉണ്ടാക്കി തരാൻ അംജിത്തിന് കഴിയും. നഗരസഭാ കൗൺസിലർ അംജിത്തിന് കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. നടപടി പ്രതീക്ഷിക്കുകയാണ്. പോർട്ടിനോടോ DTPCയോടോ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പറയുന്ന നഗരസഭയെന്ന് പറയും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കളിക്കുന്നതല്ലാതെ നടപടി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാലും അംജിത്തിന് ഇതിനൊരു നടപടി ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന നടപടി കൂടെ ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും.